Today let us discuss about the valence shell electron pair repulsion theory or the VSEPR theory. VSEPR theory is used to predict the shape of individual molecules based on the extent of electron pair electrostatic repulsion. അപ്പം VSEPR theory നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ മോളിക്യൂളിന്റെ ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഇൻഡിവിജ്വൽ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ആ സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റും ബോണ്ട് പെയറോ ലോൺ പെയറോ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിന്റെ ബേസിലായിരിക്കും ആ മോളിക്യൂളിന്റെ അൾട്ടിമേറ്റ് ജോമെട്രി ഫോം ചെയ്യുക. അപ്പോൾ VSEPR തിയറിയിൽ നമ്മൾ ഈ ഇലക്ട്രോൺ പെയർസ് ബോണ്ട് പെയറും ലോൺ പെയറുകളും തമ്മിലുള്ള റിപ്പൾഷന്റെ ബേസിൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഈ ഇലക്ട്രോൺ പെയർസ് എങ്ങനെ അറേഞ്ച് ചെയ്യപ്പെടുന്നു എന്ന് നോക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മോളിക്യൂളിന്റെ ജോമെട്രി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. The key concept of VSEPR theory is that the valence electron pairs surrounding an atom mutually repel each other and will therefore adopt an arrangement of these electron pairs that will minimize the repulsion and hence it determines the molecular geometry. For central atomത്തിന്റെ ചുറ്റും ഉള്ള ഇലക്ട്രോൺ പെയർസ് അറേഞ്ച് ചെയ്യപ്പെടുന്നത് അവ തമ്മിലുള്ള റിപ്പൾഷൻ ഏറ്റവും മിനിമം ആക്കി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഇലക്ട്രോൺ പെയർസ് ബോണ്ട് പെയർ ആവട്ടെ ലോൺ പെയർ ആവട്ടെ അറേഞ്ച് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഇലക്ട്രോൺ റിപ്പൾഷൻ ബോണ്ട് പെയർ റിപ്പൾഷനോ ലോൺ പെയർ റിപ്പൾഷനോ ബോണ്ട് പെയർ ലോൺ പെയർ റിപ്പൾഷനോ ഒക്കെ മിനിമം വരുന്ന രീതിയിലായിരിക്കും ഈ ഇലക്ട്രോൺ പെയർസ് അറേഞ്ച് ചെയ്യപ്പെടുക. അങ്ങനെയാണ് ആ മോളിക്യൂളിന്റെ അൾട്ടിമേറ്റ് ജോമെട്രി കിട്ടുക. ഫോർ എക്സാമ്പിൾ നമുക്ക് അസ്യൂം ചെയ്യാം നമ്മുടെ സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റും രണ്ട് വാലൻസ് ഇലക്ട്രോൺ പെയർസേ ഉള്ളൂ. ഇപ്പൊ രണ്ട് ബോണ്ടിങ് ഇലക്ട്രോൺ പെയർസ് ആണെന്ന് വിചാരിച്ചോളുക. അപ്പൊ എപ്പോഴായിരിക്കും റിപ്പൾഷൻ അത് മിനിമം ആവുക? ഈ രണ്ട് പെയറും ഓപ്പോസിറ്റ് വരണം അല്ലെ. 180 ഡിഗ്രി ആംഗിളിൽ നേരെ ഓപ്പോസിറ്റ് പോലെ അറേഞ്ച് ചെയ്താലായിരിക്കും റിപ്പൾഷൻ മിനിമം ആവുക. ഓക്കെ, സോ ദീസ് ഇലക്ട്രോൺ പെയർസ് ഷുഡ് ബി അറേഞ്ച്ഡ് അറ്റ് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദി സ്ഫിയർ. At that case the repulsion will be minimum. അപ്പോൾ രണ്ട് വാലൻസ് ഇലക്ട്രോൺ പെയർ ഉള്ള സിറ്റുവേഷനിൽ നമ്മുടെ മോളിക്യൂളിന്റെ ജോമെട്രി ഒരു ലീനിയർ ജോമെട്രി ആയിരിക്കും. ഇനി നമുക്ക് മൂന്ന് പെയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മൂന്ന് ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ ഏറ്റവും ഡിസ്റ്റൻസിൽ വെക്കണം റിപ്പൾഷൻ കുറയാനായിട്ട്. അപ്പോൾ ഏറ്റവും അകന്ന ഇലക്ട്രോൺ പെയർസിനെ വെക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഒരു 120 ഓരോന്നും തമ്മിൽ 120 ആംഗിൾ ഒരു ട്രയാംഗിളിന്റെ കോർണേഴ്സിൽ ഈ ബോണ്ടഡ് ആറ്റംസ് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ വാലൻസ് ഇലക്ട്രോൺ പെയർസ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്താൽ മാത്രമേ മിനിമം റിപ്പൾഷൻ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ജോമെട്രി എന്തായി മാറി? ട്രയാഗണൽ പ്ലാനർ ജോമെട്രി ആയി മാറും അല്ലേ. അതുപോലെ 4 വാലൻസ് പെയർ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന്റെ ജോമെട്രി എന്ന് പറയുന്നത് റിപ്പൾഷൻ മിനിമം ആക്കിക്കൊണ്ട് അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ജോമെട്രി എന്ന് പറയുന്നത് ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും. നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് കാണുമ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഓർത്തിരിക്കുക, VSEPR തിയറി വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് തമ്മിലുള്ള റിപ്പൾഷന്റെ റിപ്പൾഷൻ മിനിമം ആക്കിക്കൊണ്ട് എങ്ങനെ ആ മോളിക്കുലർ ജോമെട്രി സെൻട്രൽ ആറ്റത്തിന് ചുറ്റും അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് VSEPR തിയറി പറയുക. VSEPR തിയറി വെച്ചിട്ട് നമുക്ക് ഒരു മോളിക്യൂളിന്റെ ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. സോ ഇൻ എ നട്ട്ഷെൽ valence shell electron pair repulsion theory model it is used to predict the molecular geometry of molecules. This model describes a 3D arrangement of atoms in molecules based on lone pairs and bond pairs of electron on the central atom. A molecule adopts the geometry that minimizes the repulsive force among the ഇലക്ട്രോൺ പെയർസ് ഓൺ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിലെ ഇലക്ട്രോൺ പെയർസ് തമ്മിൽ റിപ്പൾഷൻ ഏറ്റവും മിനിമമായി നിൽക്കുന്ന ജോമെട്രി ഏതാണോ അതായിരിക്കും ആ മോളിക്യൂൾ അഡോപ്റ്റ് ചെയ്യുന്ന ജോമെട്രി. ബൈ മിനിമൈസിംഗ് റിപ്പൾഷൻ അറൌണ്ട് സെൻട്രൽ ആറ്റം വി ക്യാൻ ഗെറ്റ് ദ മോർ സ്റ്റേബിൾ ജോമെട്രി ഓഫ് എ മോളിക്യൂൾ. നമുക്ക് മിനിമൈസ് റിപ്പൾഷൻ ടു മാക്സിമൈസ് സ്റ്റെബിലിറ്റി എന്ന് നമുക്ക് പറയാം. സോ ചില കേസസ് നമുക്ക് നോക്കാം. നമ്മുടെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും രണ്ട് ബോണ്ട് പെയർ, അതായത് രണ്ട് ബോണ്ട്സ് അത് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. അത് ലോൺ പെയർസ് ഇല്ല. ഹൈബ്രിഡൈസേഷൻ നമ്മൾ കണ്ടതാണ്. ചില സിറ്റുവേഷനിൽ നമുക്ക് ലോൺ പെയറിനെ മെയിൻറ്റെയിൻ ചെയ്തോണ്ടല്ലേ ചില ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിലെ പെയർഡ് ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ മുമ്പത്തെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. അപ്പം ഇവിടെ അത്തരം ലോൺ പെയർസ് ഒന്നുമില്ല. കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്ന ബോണ്ട് പെയർസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇലക്ട്രോൺ ഈ ബോണ്ട് പെയർസ് നമ്മൾ റിപ്പൾഷൻ മിനിമം ആക്കണമെങ്കിൽ അതൊരു ലീനിയർ അറേഞ്ച്മെന്റിലേക്ക് 180 ഡിഗ്രി ആംഗിൾ വരത്തക്ക രീതിയിൽ ലീനിയർ അറേഞ്ച്മെന്റിലേക്ക് പോകണം. ഇനി നമുക്ക് ലോൺ പെയർ ഇല്ലാതെ 3 ബോണ്ട് പെയർ ആണ്, 3 അറ്റാച്ച്ഡ് ആറ്റംസ് ആണ്, 3 ബോണ്ട്സ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ ഏറ്റവും മിനിമം റിപ്പൾഷൻ വരുന്ന ജോമെട്രി എന്ന് പറയുന്നത് ട്രയാഗണൽ പ്ലാനാർ വിത്ത് ബോണ്ട് ആംഗിൾ ഓഫ് 120 ഡിഗ്രി. ഇനി 4 ബോണ്ട് പെയർസും 0 ലോൺ പെയർസും ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ടെട്രാഹെഡ്രൽ ജോമെട്രി 1
9.5 ഡിഗ്രി അല്ലെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഇനി 5 ബോണ്ട് പെയേഴ്സും 0 ലോൺ പെയേഴ്സും ആണെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ട്രയാഗണൽ ബൈപിരമിഡൽ ജോമെട്രി. ബോണ്ട് ആംഗിൾസ് ഇക്വിറ്റോറിയൽസ് തമ്മിലുള്ളത് 120 ഡിഗ്രിയും ആക്ച്വൽ ഇക്വിറ്റോറിയൽ 90. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഹൈബ്രിഡൈസേഷൻ്റെ പാർട്ടിൽ. ദെൻ 6 ബോണ്ട് പെയേഴ്സ്, അതായത് 6 ബോണ്ട്സ് ആണ് സെൻട്രൽ ആറ്റം ഫോം ചെയ്യുന്നത്. അവിടെ ലോൺ പെയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അതും ഒരു റെഗുലർ ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും. 90 ഡിഗ്രി ബോണ്ട് ആംഗിൾ. ഓക്കെ. Now let us see the postulates of VSEPR theory, which is very important. In polyatomic molecule means they are made up of 3 or more atoms. Okay. One of the constituent atom is identified as a central atom to which all other atoms belonging to the molecule are linked. അപ്പോൾ അതിൽ ഒരു സെൻട്രൽ ആറ്റം ഉണ്ടാവും, അതിലേക്കായിരിക്കും ബാക്കി ആറ്റംസ് എല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. The total number of valential electron pairs decides the shape of the molecule. നമ്മുടെ ഈ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിൽ എത്ര വാലൻഷ്യൽ ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് എന്നതായിരിക്കും ആ മോളിക്യൂളിന്റെ ജോമെട്രി ഡിസൈഡ് ചെയ്യുക. The electron pairs have a tendency to orient themselves in a way that minimizes the electron-electron repulsion between them and maximizes the distance between them. അപ്പോൾ ഈ വാലൻഷ്യൽ ഇലക്ട്രോൺ പെയേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എങ്ങനെ അറേഞ്ച് ചെയ്യും? അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആക്കിക്കൊണ്ട് റിപ്പൾഷൻ മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ ഡിസ്റ്റൻസ് മാക്സിമൈസ് ചെയ്ത് റിപ്പൾഷൻ മിനിമൈസ് ചെയ്ത് കിട്ടുന്ന ജോമെട്രി ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ജോമെട്രി. The valence shell can be thought of as a sphere wherein the electron pairs are localized on the surface in such a way that the distance between them is maximized. അപ്പോൾ സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റുമുള്ള ആ വാലൻസ് ഷെല്ലിനെ നമ്മളൊരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ സ്ഫിയറിൽ മാക്സിമം ഡിസ്റ്റൻസിൽ മാക്സിമം ആംഗിൾ വരത്തക്ക രീതിയിലായിരിക്കും ഈ ഇലക്ട്രോൺ പെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. When the central atom of the molecule is surrounded by bond pairs of electrons of similar atoms, then a symmetrically shaped molecule can be expected. ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റും ഇപ്പോൾ CH4 ആണെന്ന് വിചാരിക്കുക, കാർബൺ സെൻട്രൽ ആറ്റം, അതിന്റെ ചുറ്റിലും എല്ലാം എന്താണ്? എല്ലാം 4 ഹൈഡ്രജൻസ് ആണുള്ളത് അല്ലേ? അപ്പോൾ ഓരോ CH ബോണ്ടും ഒരേപോലെയാണ്. ആ ഓരോ CH ബോണ്ടിന്റെയും ഇലക്ട്രോൺ ഡെൻസിറ്റി ഒരേപോലെയാണ്. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചുറ്റും ബോണ്ട് ഫോം ചെയ്യുന്നത് ഒരേ തരം ആറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിമെട്രിക്കലി ഷേപ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾ കിട്ടും, അല്ലെങ്കിൽ റെഗുലർ ജോമെട്രി കിട്ടും അല്ലേ? ഇപ്പം CH3Cl എന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ 3 CH3 ബോണ്ടുകൾ ഒരു CCl ബോണ്ടുമാണ്. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഒരു ഡിഫറെന്റ് ബോണ്ട് വരുമ്പോൾ അവിടെ ജോമെട്രിയിൽ ചെറിയൊരു ഡീവിയേഷൻ ഫോർ എക്സാമ്പിൾ വരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാൻ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഒരേ തരം ആറ്റംസ് ആണ് ബോണ്ട് ഫോം ചെയ്യുക. മാത്രമല്ല അവിടെ ലോൺ പെയേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്കൊരു സിമെട്രിക്കലി ഷേപ്ഡ് ആയിട്ടുള്ളൊരു റെഗുലർ ജോമെട്രി ആയിരിക്കും നമുക്ക് കിട്ടും. ഇപ്പോൾ CH4 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ടെട്രാഹൈഡ്രൻ ആയിരിക്കും നമുക്ക് കിട്ടുക. When the central atom is surrounded by bonded electron pairs of dissimilar atoms, the repulsive interactions are not equivalent and hence geometry is not regular. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റും വരുന്ന അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റംസ് ഒക്കെ ഡിഫറെന്റ് ആണ്, ഒരേപോലത്തെ അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ ചെറിയ വ്യത്യാസം വരും അല്ലേ? അതുകൊണ്ട് തന്നെ റിപ്പൽഷനിലും ചെറിയ വ്യത്യാസം വരുന്നതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ പെർഫെക്റ്റ് ജോമെട്രി ആയിരിക്കത്തില്ല, ചെറുതായിട്ടൊരു ഡിസ്റ്റോർട്ടഡ് ചെറിയ ഡീവിയേഷൻ അതിന്റെ ജോമെട്രി കാണിച്ചേക്കാം. When the central atom is surrounded by both lone pairs and bond pairs of electrons, repulsive interactions are not equivalent and then the molecule would tend to have a distorted shape. ഇനി നമ്മുടെ മോളിക്യൂളിന് ചുറ്റും ഇതുപോലെ കെമിക്കൽ ബോണ്ട്സ് തരുന്ന ബോണ്ട് പെയേഴ്സ്, ഇപ്പോൾ CH ബോണ്ട്സ് പോലെയുള്ള ബോണ്ട് പെയേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ലോൺ പെയർ ഉള്ള ഓർബിറ്റേഴ്സും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ റിപ്പൾഷൻ ഇക്വലന്റ് ആയിരിക്കുമോ? ബോണ്ട് പെയർ തമ്മിലുള്ള റിപ്പൾഷൻ പോലെ ആയിരിക്കില്ല. ലോൺ പെയർ ബോണ്ട് പെയർ തമ്മിലുള്ള റിപ്പൾഷൻ, അല്ലെങ്കിൽ ഒന്നിലധികം ലോൺ പെയർ ഉണ്ടെങ്കിൽ ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൾഷൻ അല്ലേ? അപ്പോൾ റിപ്പൾഷന്റെ എക്സ്റ്റെന്റ് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ജോമെട്രി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു പെർഫെക്റ്റ് ജോമെട്രി ആയിരിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ടെട്രാഹൈഡ്രൻ എക്സ്പെക്ട് ചെയ്താൽ അവിടെ ഒരു ബോണ്ടിന് വേറെ ഒരു ലോൺ പെയർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ടെട്രാഹൈഡ്രൽ ജോമെട്രി ആയിരിക്കില്ല, പകരം ഒരുപക്ഷെ പിരമിഡൽ ജോമെട്രി ആകാം. അപ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ് ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഈ റിപ്പൾഷൻ, ഓരോ തരം വാലൻസ് ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൾഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ 2 ലോൺ പെയർ തമ്മിലുള്ള റിപ്പൾഷൻ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ മോളിക്യൂൾ എന്ത് ചെയ്യും? ഈ ലോൺ പെയറുകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂട്ടി വെക്കാൻ നോക്കും അല്ലേ? അപ്പോൾ ലോൺ പെയർ റിപ്പൾഷൻ ആണ് ഏറ്റവും ഹൈ. ദെൻ കംസ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ, അതിലും ഏറ്റവും കുറവായിരിക്കും ബോണ്ട് പെയർ റിപ്പൾഷൻ അല്ലേ? അതിന്റെ കാരണം എന്താണ്? ബോണ്ട് പെയർ എന്ന് പറയുമ്പോൾ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ പെയർ ആണല്ലേ? ബോണ്ട് പെയറിൽ ആ ഇലക്ട്രോൺസ് സെൻട്രൽ ആറ്റവും അതിലേക്ക് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന
ആറ്റവുമായിട്ട് ആ ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയാണ്, ഇത് തമ്മിൽ ഷെയർ ചെയ്താണ് കിടക്കുക അല്ലേ. സോ ഇറ്റ് ലൈസ് ഫാർദർ അവേ ഫ്രം ദ സെൻട്രൽ ആറ്റം. അതേസമയം ലോൺ പെയറിന്റെ കേസിലോ സെൻട്രൽ ആറ്റത്തിന്റെ മാത്രമാണ് ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ മാത്രമല്ല നമ്മുടെ ഇലക്ട്രോണിന്റെ ന്യൂക്ലിയസ് ആ ഇലക്ട്രോൺ പെയറിനെ സെൻട്രൽ ആറ്റത്തിലോട് കൂടുതൽ ചേർത്ത് നിർത്തും അല്ലേ. അപ്പോൾ അത് സെൻട്രൽ ആറ്റത്തോട് കൂടുതൽ അടുത്തായിരിക്കും ലോൺ പെയർസ് വരിക. അതുകൊണ്ട് ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ അല്ലെങ്കിൽ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതലായിരിക്കും. അതേസമയം ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ വേറൊരു ആറ്റവുമായിട്ട് ഷെയർഡ് ആയതുകൊണ്ട് സെൻട്രൽ ആറ്റത്തിൽ നിന്ന് പരമാവധി അകന്നായിരിക്കും നിൽക്കുക, കുറച്ചുകൂടെ സ്പേസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തായിരിക്കും നിൽക്കുക. അതുകൊണ്ട് തന്നെ ബോണ്ട് പെയറുമായിട്ടുള്ള റിപ്പൽഷൻ, ബോണ്ട് പെയർ റിപ്പൽഷൻ ഏറ്റവും കുറവായിരിക്കും. The electron pairs around the central atom are closer to each other, they will repel each other അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ പെയർസ് എത്രമാത്രം സെൻട്രൽ ആറ്റത്തോട് അടുത്ത് വരുന്നോ അത് തമ്മിലുള്ള റിപ്പൽഷൻ കൂടും. ഇപ്പം ലോൺ പെയർ നമുക്കറിയാം, ലോൺ പെയർസ് സെൻട്രൽ ആറ്റത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവ തമ്മിലുള്ള റിപ്പൽഷൻ ആയിരിക്കും മാക്സിമം അല്ലേ. ദിസ് റിസൾട്ട്സ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ എനർജി ഓഫ് ദ മോളിക്യൂൾ. അപ്പോൾ റിപ്പൽഷൻ കൂടുന്നതനുസരിച്ച് മോളിക്യൂളിന്റെ എനർജി കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മോളിക്യൂള് ഈ ഇലക്ട്രോൺ പെയർസിനെ പരമാവധി അകറ്റി നിർത്തിക്കൊണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബോണ്ട് ആംഗിൾ കൂട്ടിക്കൊണ്ട് റിപ്പൽഷൻ മിനിമം ആക്കി ഒരു എനർജി കുറഞ്ഞ ഒരു സ്റ്റേബിൾ ജോമെട്രി അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും, നമുക്ക് രണ്ട് ബോണ്ട് പെയർസ് ഉണ്ട്. അത് ലീനിയർ ജോമെട്രിയിൽ ആയിരിക്കും അറേഞ്ച് ചെയ്യുക. ഇവിടെ ബോണ്ട് പെയർസ് മാത്രമാണ് നമ്മൾ കാണിച്ചിരിക്കുക. ഇനി ലോൺ പെയർ വരുന്ന കേസിൽ സിറ്റുവേഷൻ മാറി. ഇപ്പോൾ നമുക്ക് 3 വാലൻസ് ഇലക്ട്രോൺ പെയർസ് ആണ് നമുക്കുള്ളത്. ട്രയഗണൽ പ്ലാനർ ജോമെട്രിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക അല്ലേ. അതേസമയം അതിൽ ഒരെണ്ണം ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്ന ഒരു ലോൺ പെയർ ആണെന്നുണ്ടെങ്കിൽ, രണ്ട് ബോണ്ട് പെയർ ഒരു ലോൺ പെയറും ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ട്രയഗണൽ പ്ലാനർ ജോമെട്രി എന്തായി മാറി, ഒരു ബെൻഡ് ജോമെട്രി ആയിട്ട് മാറുന്നു. അതേസമയം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ്. അതേസമയം ഇത് 4 ബോണ്ട് പെയറിന് പകരം അതിലൊരെണ്ണം ലോൺ പെയർ ആണെങ്കിൽ ഈ എക്സ്പെക്ട് ചെയ്ത ടെട്രാഹെഡ്രൽ ജോമെട്രി ട്രയഗണൽ പിരമിഡൽ ജോമെട്രി ആയിട്ട് മാറും. ഇനി ഇതിൽ 2 ലോൺ പെയർ ആണ് വരുന്നതെങ്കിൽ അത് എന്തായി മാറും, ഒരു ബെൻഡ് ജോമെട്രി ആയിട്ട് അല്ലെ. ഈ ലോൺ പെയർ തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതലായതുകൊണ്ട് മോളിക്യൂൾ ഇത് തമ്മിലുള്ള സ്പേസ് കൂട്ടും. സ്പേസ് കൂട്ടി കഴിയുമ്പോൾ ടോട്ടൽ 360 ആണല്ലോ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ ബോണ്ട് പെയർസ് അടുത്ത് വന്നിട്ട് അതൊരു ബെൻഡ് ജോമെട്രി ആയിട്ട് മാറും. ഇനി ഒരു ട്രയഗണൽ ബൈ പിരമിഡൽ ആണ് നമ്മൾ 5 വാലൻസ് ഇലക്ട്രോൺ പെയർസ് ആണുള്ളത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രിയാണ്. 5ഉം ബോണ്ട് പെയർസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ റെഗുലർ ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രി കിട്ടും. അതേസമയം അതിൽ ഒരെണ്ണം ലോൺ പെയർ ആണെങ്കിൽ നമുക്കൊരു സീസോ ടൈപ്പ് സ്ട്രക്ചർ ആയിരിക്കും കിട്ടുക. ഇനി ഇതിൽ 2 ലോൺ പെയർ ആണെങ്കിൽ നമുക്ക് ടി ഷേപ്ഡ് സ്ട്രക്ചർ കിട്ടും. 3 ലോൺ പെയർ ആണെങ്കിൽ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും, ലീനിയർ അറേഞ്ച്മെന്റ് ആയിരിക്കും അല്ലെ. ലോൺ പെയർസ് ഇവിടെയാണ് നമുക്ക് ഇക്വിറ്റോറിയലിലാണ് 120 ബോണ്ട് ആംഗിൾ പോസിബിൾ ആയിട്ടുള്ള. അപ്പോൾ ലോൺ പെയറിന് 3ഉം ഇക്വിറ്റോറിയൽ പൊസിഷനിൽ വെക്കും. ഈ പ്ലെയിനുമായിട്ട് 90 ഡിഗ്രി റിപ്പൽഷൻ വരത്തക്ക രീതിയിൽ ബോണ്ട് പെയർസിനെ വെക്കും. അങ്ങനെ ലീനിയർ ജോമെട്രി കിട്ടും. ഇനി 6 വാലൻസ് ഇലക്ട്രോൺസ് ആണ് പെയർസ് ആണ് നമുക്കുള്ളതെങ്കിൽ 6 ബോണ്ട് പെയർസ് ആണെങ്കിൽ നമുക്ക് ഒക്ടാഹെഡ്രൽ റെഗുലർ ജോമെട്രി കിട്ടും. ഒരു ലോൺ പെയർ ആണെങ്കിൽ അത് സ്ക്വയർ പിരമിഡൽ ആയിട്ട് മാറും. 2 ലോൺ പെയർ ആണെങ്കിൽ സ്ക്വയർ പ്ലാനാർ ആയിട്ട് മാറും. 3 ലോൺ പെയർസ് ഉണ്ടെങ്കിൽ ടി ഷേപ്ഡ് ആവും. ഇനി 4 ലോൺ പെയർസ് ആണെങ്കിൽ അത് ലീനിയർ ആയിട്ട് മാറും. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ലോൺ പെയർ തമ്മിലുള്ള റിപ്പൽഷൻ ഏറ്റവും കുറയ്ക്കാനാണ് ഈ മോളിക്യൂൾസ് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ റിപ്പൽഷൻ കുറച്ചുകൊണ്ട് സ്റ്റേബിൾ ജോമെട്രി അറ്റൈൻ ചെയ്യാനാണ് മോളിക്യൂൾസ് എപ്പോഴും ട്രൈ ചെയ്യുക.